എനിക്ക് മനസ്സിലായില്ല, ഇയാൾക്കെന്തോ ബുദ്ധിക്ക് എന്തെങ്കിലും സാരമായി സംഭവിച്ചോ? ഒന്ന് കണ്ടു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. കേട്ടല്ലോ മുസ്ലിം എന്താ ഇയാൾ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് എഗൈൻ ആയിട്ട് നിന്നുകൊണ്ട് PC ജോർജ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ആട് വണ്ണിറങ്ങിയ സമയത്ത് ഷാജി മസ്താൻ സലാമുദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ PC ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വൈബൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര രീതിയിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മറ്റുള്ള മതസ്ഥർ മാത്രമാണോ ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്? ചെറിയൊരു തിരുത്തുണ്ടേ, ചില സമയങ്ങളിൽ PC ജോർജ് ഇത് മാറ്റി പറയും. അതൊന്ന് കേട്ടു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. ഇതുപോലത്തെ ലൊട്ട ആളുകളാണ് നമ്മളെ നാട് ഭരിച്ച് നശിപ്പിക്കുന്നത്. ഒരു 100 പ്രാവശ്യം ഉളുപ്പ് എഴുതി പഠിക്കണം. എന്നിട്ട് ഉളുപ്പ് എന്നുള്ളത് ആരോടെങ്കിലും വിവരമുള്ള ആരോടെ ചോദിക്കണം, ഇതെന്താണ് ഉളുപ്പ്? കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കൂ. അതും നമ്മളെ മതേതരത്തെ ഒരു നാട്ടിൽ വന്നിട്ട് എന്താ പറയുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ? PC ജോർജ് ആണോ? പണ്ട് ഇയാളെ ഭയങ്കര അയ്യോ ഇയാളെല്ലാം എത്ര സംഭവമായിട്ട് നമ്മളൊക്കെ കണ്ടൊരു വ്യക്തിയാണ്. ഇതുപോലത്തെ വിടുവായുത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രം സംസാരിക്കും. ഇയാൾക്ക് എന്താ ചെന്നിയെങ്ങാനും ബാധിച്ചെന്നാ തോന്നുന്നു.